ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഫേസ് ഷെയ്ഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ആൾക്കാരാണ് ഞാൻ വീഡിയോയിൽ ലിങ്ക് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. നമ്മൾ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാവുന്നേ. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫേസ് ഷെയ്ഡിംഗ് മാത്രമേ ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഏതൊരു ഡ്രോ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരു 2-3 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഡ്രോയിങ് ചെയ്യുക. അപ്പം അത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഡ്രോയിങ് പഠിക്കുന്ന ആൾക്കാർക്ക് അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഒന്നിച്ച് ഒരു വീഡിയോയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പം നമ്മൾ ഔട്ട്ലൈൻ ഒരു പാർട്ട്, ഷെയ്ഡിങ് ഒരു പാർട്ട്, ഹെയർ ഡ്രോയിങ് ചെയ്യുന്ന വേറൊരു പാർട്ട്, അങ്ങനെ ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പം അത് പഠിക്കുന്നവർക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അങ്ങനെ ചെയ്യുന്നത്. നമുക്കും കുറച്ച് സമയത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കും ഒരു വീഡിയോയ്ക്ക് അതിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ചെയ്യുമ്പോഴത്തേക്കും നമുക്കും സമയത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓരോ പാട്ടും കണ്ടിട്ട് പറഞ്ഞാൽ വരച്ച് നോക്കുക. പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വന്നിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അയച്ചു തന്നിട്ട് അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ പെൻസിലാണ്. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് 6B ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് വരയ്ക്കാൻ വേണ്ടി കുറച്ച് ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ പെൻസിലും യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 2B 4B തന്നെ യൂസ് ചെയ്യുന്നത്. 4B നമ്മൾ മെയിനായിട്ട് കുറച്ചൊരു ഡാർക്ക്നെസ് ഉള്ള ഭാഗത്താണ് യൂസ് ചെയ്യുന്നത്. ബാക്കി കൂടുതലും നമ്മൾ 2B തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പേപ്പർ സ്റ്റാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിലും പേപ്പർ സ്റ്റാമ്പ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ് അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് നമ്മൾ ഈ വാട്ടർ കളറൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് പ്രത്യേകിച്ച് നെയിം അങ്ങനെ ഇല്ല, നമ്മൾ അങ്ങനെയാണ് വാങ്ങിയത്. അപ്പം